എനിക്കെന്തിന്റെ പേസത് ഞാൻ കില്ലാടിടാ കിട്ടി ഉയരത്തിൽ വന്നു താഴോട്ടേക്ക് വീട്ടെ അല്ലെ, ഉയരത്തിലേക്ക് എത്തി താഴോട്ട് വീട്ടെ. നിജുവിന് ഞാളെ വില്ല സെൻസാ മോളത്തെ മേശയിലുണ്ട് ഒരു തോക്ക്. ഊക്ക് എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഹൈറ്റാ ഊക്ക്. പുറത്തിറങ്ങി ഒരു നമ്മളെ കമ്പനിക്കാരുടെ ഇടയിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്. ക്യാമറ കണ്ടാ ഓടുന്ന ഒരുത്തന്നെ നിജുവിനിപ്പോ 50,000 ഫോളോവേഴ്സ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, എന്താണ് നിജു ഇന്നത്തെ വീഡിയോ? ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ്. അതെ, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 50,000 ഫോളോവേഴ്സ് കടന്നിരിക്കുകയാണ്. 50,000 ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നൂലായിരിക്കും. പക്ഷെ ഞങ്ങൾക്കത് വളരെ വലിയ സംഭവം തന്നെയാണ്. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളെ ഫോളോ ചെയ്ത് 50,000 ആൾക്കാർ അങ്ങനെ കാണുന്നില്ല. അതിലൊരു 45,000 ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത ആളുകളായിരിക്കും. അപ്പോൾ ഓലോടെല്ലാം പറയാനുള്ളത്. വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ ഇനിയും റീച്ചിലേക്ക് പോട്ടെ. നല്ല നല്ല വീഡിയോസ് ഇനിയും വരും. പിന്നെന്തല്ല സുഖം തന്റെ വിശേഷമല്ലടോ. പിന്നെ നമ്മുടെ ക്യാമറമാൻ ഷെബിക്കുട്ടനാണ് ഇപ്പോൾ ഉള്ളത്, നമ്മളെ കുറുക്കുറു. എന്താണ് ഷെബി നമ്മൾ 50,000 ഫോളോവേഴ്സ് അടിച്ചത് നിനക്ക് പറയാനുള്ളത്? എന്താ പറയാന്ന് വെച്ചാല് ഞങ്ങൾ അത്രയും നല്ലോണം കഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യം വോയിസ് ആയിട്ടല്ലായിരുന്നു റീൽ ചെയ്യല്. ഞങ്ങള് ഫോൺ വോയിസ് ആയിട്ടായിരുന്നു റീൽ ചെയ്യല്. വോയിസ് ഓൺ വോയിസ് എന്നാ വോയിസ് അല്ലേ? അങ്ങനല്ല അതിൽ ചെറിയ തിരുത്തുണ്ട്. ഇതൊന്നും കൂടി നോക്കൂല. ഞാളാദ്യം വോയിസിലല്ലേ റീല്, ഓൺ വോയിസിലായിരുന്നു റീല്. ഹലോ, ഞാൻ ഉദ്ദേശിച്ച സമയം നമ്മള് പറഞ്ഞാ ഞങ്ങളെ ആദ്യം ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് ഫൈറ്റിംഗ് ആണ്. നല്ല മാസ്, ഫുള്ള് മാസ്. നിജുവിന് ഞങ്ങളെ വില്ല. ഞാനാട്ടോ മെയിൻ ഹീറോ, അസിസ്റ്റന്റ്. അങ്ങനെ ഹീറോ ഞാനും, അവനായിരിക്കും അസിസ്റ്റന്റ്, നിജു ആയിരിക്കും വില്ല. കാരണം നിജുവിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. നിജു ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. നിജു ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മളെ ഈ 50,000 ഫോളോവേഴ്സിൽ 40,000 ആൾക്കാർ നിജാസിന്റെ ഫാൻസ്. അത് വേറെ കാര്യോ. പക്ഷെ അതിന്റെ അഹങ്കാരം ഒന്നും എനിക്കില്ല കേട്ടോ, പാവം പോലെ. അപ്പോ അങ്ങനെയാണ് സംഭവം. ആദ്യം ഞാള് എവൻ പറഞ്ഞല്ല ടോൺ വോയിസ്, ആദ്യം ഞാള് വോയിസിലെല്ലാം ചെയ്യല്, പക്ഷെ ഓൺ വോയിസിലും ചെയ്യല്. അങ്ങനെ എവൻ പറഞ്ഞേ സംഭവം എന്ന് വെച്ചാല് പണ്ട് ആള് ഫൈറ്റ് ചെയ്യുന്നു, മാസ് BGM എല്ലാം ഇട്ടിട്ട് എതല്ലേനു ബെല്ലാരി മറ്റേ സാധനത്തിൽ എന്തെല്ലാം ഞാൻ എന്താ കില്ലാടി എന്നെല്ലാം പറഞ്ഞ് നിജുവിനെ അടിക്കലോ. അതല്ലേ നമ്മൾ ആദ്യത്തെ വീഡിയോ. മാലിക്കിലുള്ള പല സാധനം ഉണ്ട്, കുറെ സാധനം ഉണ്ട്. മാസ് തോക്കെല്ലാം വെടിയെല്ലാം വെക്കുന്നത്. തോക്കിന്റെ വീഡിയോ, ആ തോക്കിന് വേണ്ടി ഞങ്ങൾ എവിടെയെല്ലാം പോയി അറിയോ? സാധാരണ കളിത്തോക്കിന് വേണ്ടി ലാസ്റ്റ് ഞങ്ങൾ സേതുവേട്ടന്റെ വീഡിയോ ആണ് നമുക്ക് ആ തോക്ക് കിട്ടിയത്. ഉണ്ടയും കിട്ടി, കുറെ വെടിയെല്ലാം വെച്ച് കളിച്ച് ലേസർ എല്ലാം ഭയങ്കര പ്രൊഫഷണൽ സാധനം. തോക്കിപ്പൻ നമ്മുടെ മോളുണ്ട് തോന്നുന്നില്ലേ? തോക്കിപ്പന് മോളുണ്ട് കേട്ടാ. ഇപ്പൊ എടുക്കാൻ ശരിക്കും ഉണ്ട്. ആള് കളത്തിൽ പറഞ്ഞല്ല. സെൻസാ മോളില്ലേ, സെൻസാ മോളത്തെ മേശയിലുണ്ട് ഒരു തോക്ക്. തുറന്നാ കാണാം. മോളത്തെ മേശയിൽ വേറെ എടുത്തുണ്ടോ? അത് ഇനിയിപ്പൊ ഇങ്ങക്ക് വിശ്വാസം അങ്ങനെ വരണ്ട, ഒരു തള്ളുന്ന വിചാരിക്കേണ്ടെന്ന് അവളെ കൊണ്ട് എടുപ്പിച്ചേ. ഷെബിന്റെ അഭിനയം, ഷെബി എന്ന് പറയുമ്പോ ഇല്ലേ മമ്മൂട്ടി ഷെബിന്റെ മേലെ താഴെ. മമ്മൂട്ടി എത്രയോ മോളിലാണ് ഷെബി ഭയങ്കര സംഭവം. അപ്പൊ ഇപ്പനും സംഭവം എല്ലാന്നല്ല കേട്ടോ. ഇപ്പനും ഭയങ്കര സംഭവം തന്നെയാണ്. പിന്നെ മാമ തരുന്നുണ്ട്. ഓ മാമ ഇല്ലേ പോട്ടെ. ഇല്ല മാമൻ എടുക്കൂല, എന്നെടുത്തോ. അങ്ങനെ ഉമ്മാമ പോയി, നമ്മളെ തോക്ക് എത്തി. ഇതേ നമ്മളെ പഴയ തോക്ക്. ഇതിനെ കൊണ്ട് ഷെബീനാണ് വെടിവെച്ച്. ഷെബി ഇഞ്ഞല്ലേ ഇവനായിരുന്നു എല്ലാത്തിലും വില്ലേ. പാവാട്ടോ ചെക്കെ. പിന്നെ അവനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ക്യാമറന്റെ മുന്നിൽ വരികല, ഫോട്ടോ എടുക്കല, ഒന്നും ചെയ്യല. ക്യാമറ കണ്ടാ ഓടുന്ന ഒരുത്തന്നെ നിജു. അങ്ങനത്തെ നിജുവിനിപ്പോ 50,000 ഫോളോവേഴ്സ്. ക്യാമറ എന്താ ഓടുന്നോന്. അതാ പറഞ്ഞേ, നമ്മളെ ഉള്ളിൽ പല കഴിവുകളുണ്ട്. അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. നിജുവിന്റെ കഴിവ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റി.
അതുപോലെ ഓരോരാൾക്ക് ഓരോ കഴിവുണ്ട്. അതെല്ലാം നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കൂ, ഓനെന്ത് വിചാരിക്കൂ, ഇവലെന്ത് ചെയ്യൂ, അതോ ഞാനെന്ത് ചെയ്ത ഇവനെന്ത് വിചാരിക്കും, അത് വിചാരിച്ച് കുത്തിനെ നിങ്ങൾ ഏടെ കുത്തിരിക്കുന്ന ആടെ കുത്തിരിക്കല്ലോ എത്താത്തോ. വെറുതെ കണ ഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? നല്ല കിടിലം പോലെ വന്നതായിരുന്നു. എവിടെ നിങ്ങൾ കുത്തിരിക്കുന്ന അവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. ബാബുട്ടനോ? കുട്ടപ്പേട്ടനാ? രമേശ് ചേട്ടനാ? കുട്ടപ്പേട്ടൻ്റെ ഏട്ടൻ. നമ്മളെ ഈ ഫസ്റ്റ് വീഡിയോ ഓർമ്മയുണ്ട് എനിക്ക്. ഞങ്ങളെ ഫസ്റ്റ് വീഡിയോ ഞാനാട്ടോ. അല്ല ഫസ്റ്റ് കുറച്ച് കണ്ടിട്ടുണ്ടാവില്ല. പകുതി മുക്കാലോ ഒരാള്, ഒരു 1% ആൾക്കാർ, എന്നെ അറിയുന്ന 1% ആൾക്കാർ മാത്രമേ വീഡിയോ കണ്ടിക്കുള്ളൂ. ഇത് അതാ നിമ്ന ഫാത്തിമ. മറ്റേ ഈ പടത്തിലില്ലേ അഭിലാഷ് എന്ന് പറഞ്ഞ പടത്തില് ഓളെ ചെറുതായിട്ട് അഭിനയിച്ചില്ലേ, ഓളൊരു റീലുണ്ടായിരുന്നു. ഓളിങ്ങനെ കരഞ്ഞോണ്ട് ഇത് പാട്ട് പാടി എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. അത് ഞാനിങ്ങനെ കരഞ്ഞോണ്ട് പാടി. അന്നേരം മോനെ ഫുള്ള് കമന്റ്, നീ ഏജടാ എനിക്ക് വയ്യേ, നിനക്ക് എന്താടാ വയ്യേ, നീ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആ വീഡിയോ ഇപ്പൊ കണ്ട ഞാൻ ഛർദിക്കും. ഫസ്റ്റ് വീഡിയോ എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ ആരാ നല്ല എല്ലാവരും ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന എല്ലാവരെയും ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ ചിരിക്കാനും ഉണ്ടാവും. ക്രിഞ്ച് തന്നെ, എല്ലാം ക്രിഞ്ച് തന്നെ. പിന്നെ നമ്മളിട്ട വീഡിയോയിലാണ് ഞാൻ വന്നേന്ന് തോന്നില്ലേ. പിന്നെ ഒരു സാധനം ഇട്ട് ചാക്കോ സഞ്ജു എന്നുള്ള, അതിലാണ് നമ്മളെ നിജാസ് നിജുവിന്റെ വരുത്ത, അതിലാണ് ഫസ്റ്റ് എൻട്രി. നിജാസ് നിജുവിന്റെ ഫസ്റ്റ് എൻട്രി അതിലായിരുന്നു. പിന്നെ നിജാസ് നിജു ഒരു പോക്കേനും ഗ്രാഫ് നിജാസ് നിജു പിടിച്ചാ കിട്ടൂല, പറന്ന് അത് ഷെബിയാറിനെ തൊട്ട് കളിച്ചു. പിന്നെ അന്ന് മുതൽ നമ്മളൊരു 5-6 വീഡിയോ, 5-6 നമ്മള് കുറെ വീഡിയോ ഞാള് വീഡിയോ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നപ്പോഴാന്ന് വെച്ചാൽ കൊറോണന്റെ ടൈമിലായതിനെ കൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോലില്ലല്ലോ. അപ്പൊ ക്ലാസ് ഞാൻ +1 +2 പഠിക്കുന്നേരം. അപ്പൊ എനിക്കെല്ലാം നല്ല കിന്റെ ഊക്ക് കിട്ടി. ഊക്ക് എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഹൈറ്റാ ഊക്ക്. പുറത്തിറങ്ങി ഒരു നമ്മളെ കമ്പനിക്കാരുടെ ഇടയിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് തിരിയൂല. ഇതാരാ വരുന്ന ഹീറോയോ എന്റെ മോനെ എന്റെ മാസം നിലപാറ്റി പറഞ്ഞ് അപ്പാട് മാറ്റി ഇല്ലാണ്ടാക്കി. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ആ സത്യം പറയട്ടെ, വലിയ പൊങ്ങച്ചോ ഇതൊന്നും പറയുന്നില്ല. അന്ന് മാറ്റിയോൽ തന്നെ ഇപ്പം വന്ന് പറയുന്നുണ്ട്, ഇനി എന്ത് മാറ്റല മാറി അങ്ങനായി ഇങ്ങനായി എന്ന് പറയുന്നുണ്ട്. സത്യമായിട്ട് നമ്മളൊരിക്കലും നമ്മള് വലിയ സംഭവം എന്നുള്ള പറയുന്നല്ല കേട്ടോ. നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മള് വലിയ സംഭവം ആയി. അത് മതി. നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും അടുത്ത വീഡിയോ വെയിറ്റിംഗ് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അത് ഒരു വീഡിയോ ആണ് നമ്മളെ ചേഞ്ച് ആക്കിയത്. കാരണം നമ്മൾ ഓൺ വോയിസിലേക്ക് വരാൻ കാരണം തന്നെ ഒരു വീഡിയോ, മറ്റേ ഒരു റീല് കാണുമ്പോ ഞാൻ കണ്ട അതേ നമ്മള് ഫസ്റ്റ് നല്ലോണം ക്ലിക്ക് ആയ ഒരു വീഡിയോ. അതേ അവനൊരു റീല് കാണും, ബാപ്പ ഒരു ഫോണുമായി തന്നെ iPhone 13 ഇതേന് നമ്മളെ ഫോണ് നമ്മള് വീഡിയോ എടുത്തേ. വീഡിയോ എടുത്തെന്താ വെച്ചാൽ ഇതിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ എടുത്തിക്കില്ല. മൊത്തം മാസ് ഫൈറ്റ് തുള്ളലി ചവിട്ടല് മൊത്തം എടുത്തതില്ല. പിന്നെയാണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത്. കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളവിടെ എത്തിയേ അത് ശരിക്കും ഞങ്ങൾക്ക് വ്യക്തമല്ല. ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം എടുക്കുക, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് പറഞ്ഞാൽ എടുത്ത്. അതായത് അവനൊരു റീല് കാണിച്ചു തരുമ്പോൾ ഞാൻ പറയും ഇത് ഞാൻ കണ്ടതാടോ. അപ്പൊ എന്റെ അല്ലേ നീ കാണിച്ചു തരും. അവനൊരു വീഡിയോ കാണിച്ചു തരും. എന്നിട്ട് അവൻ പറയൂ എടാ ഇത് നോക്ക്, എനിക്കൊരു വീഡിയോ കാണിച്ചു തരും. അപ്പൊ ഞാൻ പറയാ ഇത് ഞാൻ കണ്ട എന്തോ നടന്ന് കള. അങ്ങനെ അത് നല്ലോണം അത്യാവശ്യം കയറി. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളെ ടേസ്റ്റ് ഇതാണ്. നമ്മളിങ്ങനെ ഓൺ വോയിസിലെ കളി നമുക്ക് മനസ്സിലായി. എല്ലാ ആക്ഷൻസിലൂടെ നമുക്ക് റീച്ച് കിട്ടിയില്ല, തീരെ റീച്ച് കിട്ടിയില്ല. അന്നേരം വെച്ചാൽ 1000 വ്യൂ എന്നു വെച്ചാൽ എന്റെ ഭയങ്കര അത് ശരിക്കും ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം ആദ്യമെല്ലാം വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് വന്നത്. പിന്നെ അൽഹംദുലില്ലാ ബാപ്പ അങ്ങനെ ഒരു ഫോണുമായി തന്ന് iPhone 13. ഇപ്പനും അത് തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പനും അതിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. iPhone 13. കുറെ ആൾ ചോദിച്ചു കേട്ടോ ഏത് ഫോണിലാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആര് ചോദിക്കാൻ നിങ്ങളോട് ചോദിച്ച ആൾക്കാരുണ്ട്, അത് ഓലിക്കറിയാം. അപ്പോൾ ഓലോടെ പറയുന്നത് നമ്മൾ iPhone 13 അതായത് 13 Pro എന്നല്ല, നോർമൽ 13 നമ്മൾ വീഡിയോ എടുക്കുന്നത്. എഡിറ്റിങ് എല്ലാം അതിമ തന്നെ ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാ ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ വ്ളോഗ് എടുക്കുന്ന കാര്യത്തിലാണ് വലിയൊരു ഇടങ്ങാറ്. കാരണം നമ്മളെ ഫോണെന്ന് വെച്ചാൽ 128 GB. അതുകൊണ്ട് തന്നെ 128 124 അതിലേതൊന്നുമില്ല, 128 GB. അപ്പോൾ അതിൽ വ്ളോഗ് എടുക്കല് ഭയങ്കര ടാസ്ക്കാണ്. കാരണം നമ്മൾ വീഡിയോ കാരണം എല്ലാം ഞാൻ ആടെ ഇവിടെ പോകുന്ന എല്ലാം എടുക്കുന്നതിനെ കൊണ്ട് സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നമ്മള്
അത് തന്നെ. ഇതിപ്പോ ഷെബീന്റെ ഫോണിൽ നമ്മളിപ്പോ വ്ളോഗ് എടുക്കുന്നത്, ഷെബീന്റെ 13 തന്നെയാണ് അതിലെ വ്ളോഗ് എടുക്കുന്നത്. അതുകൊണ്ട് കഴിച്ചില്ല. ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പെടുത്ത് വീഡിയോ മൊത്തം ഡിലീറ്റ് ആക്കി ഇനിയിൽ എന്താ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാണ് ഞങ്ങൾ വീഡിയോ എടുക്കുക. ഷെബി ഉള്ളത് ഞങ്ങളൊരു ഭാഗ്യമാണെന്നാണ് നീജു പറയുന്നത്. ഷെബി ഒരു സംഭവമാണ് ഗൈസ്. ഷെബിയാണ് നമ്മളുടെ ഷെബി. ഷെബീനെ പറ്റി പറയുകയാണെങ്കിൽ ഷെബി എൻ്റെ സ്വന്തം അനിയനല്ല, പക്ഷേ എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെയാണ്. എൻ്റെ സ്വന്തം അനിയൻ എന്ന് പറയുന്നത് ഓന് ക്യാമറന്റെ മുന്നിൽ വരാത്ത ഒരുത്തനാണ്. നിജു, പഴയ നിജു അല്ലേ? അയത്തേർന്ന് പറയുന്നുണ്ട് ബെറ്റർ ആവും എന്റെ സ്വന്തം അനിയൻ കുറച്ചുകൂടി സെറ്റ് ആവും വിചാരിക്കും നമ്മൾ. ഓനിപ്പോ എന്താ ഇപ്പൊ അല്ല ക്യാമറന്റെ മുന്നിൽ വരാണ്ട് ക്യാമറന്റെ മുന്നിൽ അത് ഓരോരാളെ പേഴ്സണൽ ചോയ്സാ. ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല ക്യാമറ. ആൾക്കാർ പക്ഷെ ഓൻ വരും കേട്ടോ, ഓന് ആവശ്യത്തിന് വരും, വരാണ്ടൊന്നുമില്ല. നല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഓൻ വരും. ഓന്റെ ക്യാരക്ടർ ആടെ വേണമെന്ന് തോന്നിയാൽ ഓൻ വരും. ഏത് ഓന് റീലെല്ലാം ഉണ്ട് കേട്ടോ, 2-3 റീലെല്ലാം ഓനുണ്ട്. പിന്നെ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നവരൊന്നും വന്ന് നിൽക്കൂല, വർത്താനം പറയാൻ. ഓന് ഭയങ്കര ഇൻട്രോവേർട്ട് ഷൈ മാനാണ്. ഷെബീൻ്റെ തൊട്ടല്ല, ഉളുപ്പില്ലാത്തവനല്ല. അല്ല അങ്ങനല്ല, മാലിക്ക് അന്ന് വില കണ്ടിട്ടുണ്ടാവില്ല. അല്ല പഴയ വീട് എന്റെ മോനായിട്ട് എന്റെ അനിയനുണ്ട് പണ്ട്. മോനേന്ന് പറഞ്ഞ് കരയുന്നില്ലേ ഫാദ് ഫാസിൽ കരയുന്നത്. എന്തേനും എന്റെ അവനെ കൊന്നുകളണെന്ന് പറഞ്ഞ് കരനോട് പറയുന്നത്. അതിലല്ല അവനുണ്ട്. ഇപ്പത്തെ വീഡിയോയിലും ഉണ്ട്, ഷസാദുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഒരു സെലിബ്രേഷൻ വീഡിയോ നമ്മൾ ഇതിന് ശേഷം എടുക്കുന്നതായിരിക്കും. അത് നമുക്കൊരു കേക്ക് മുറി സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് ഇൻഷാല്ലാ എടുക്കണം. അതാണ് പ്ലാൻ. കുട്ടികൾക്കെല്ലാം ഒരു കഷ്ണം കേക്കെല്ലാം ഒരു മധുരം കൊടുക്കാനുള്ള ഷെൻസക്കും എല്ലാവർക്കും. ഷെൻസ ഇങ്ങോട്ടാ എല്ലാവർക്കും ഒരു കേക്ക്. എന്താ ഷെൻസ നമ്മള് 50K അടിച്ചിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ചോദിക്കുന്നു ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. 50K അടിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷായി. മാഷാ അല്ലാ. ഇനിയും ഇങ്ങനെ കിട്ടണോ? ആരെടുന്ന് കിട്ടണം? നാട്ടുകാർ നടി കിട്ടണമെന്നാണോ? വീഡിയോ കാണുന്ന പോലെ നടി കിട്ടണമെന്നാണോ? അല്ല ഇനി ഉയരത്തിലേക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ല ഫോളോവേഴ്സ് കിട്ടി ഉയരത്തിൽ വന്നു താഴോട്ടേക്ക് വീട്ടെ അല്ലെ, ഉയരത്തിലേക്ക് എത്തി താഴോട്ട് വീട്ടെ, അങ്ങനല്ല പറയാ അതാക്കട്ടെ. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത വ്ളോഗിലേക്ക് കാണാം. അടുത്ത വ്ളോഗ് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നല്ലേ, ഒരു സെലിബ്രേഷൻ വീഡിയോ പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്ര തന്നെ മറ്റേ വലിയ ആളുടെ സ്നേഹിതന്മാർ. ഇനി വലുതാ അല്ല നമ്മളെ വലുതെന്നല്ല പറയുന്നത്. നമ്മളെ അനിയന്മാർക്ക് നമ്മള് സന്തോഷം കൊടുക്കുമ്പോ നമ്മളൊന്നൊരു സന്തോഷാണ്. അതാണ് ഷെബി പറഞ്ഞ വലിയ കാര്യമുണ്ട്. അപ്പൊ വ്യക്തമാക്കണ്ട, ഇനി അധികം വ്യക്തമാക്കി നമുക്ക് വട്ടായി പോകും. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. അതാണ്. അപ്പൊ ഓക്കെ ഇൻഷാല്ലാ അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിന്റെ പേര് സമയമായി. നിജുവിന് എന്താ പറയാണ്ട്? എന്ത് പറഞ്ഞടാ, പറയാനുള്ള പറഞ്ഞോ? എന്തേലും പറയാനുണ്ടോ ഇനി? അപ്പൊ ഇനി ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നു. എന്തേലും പറയാനുണ്ടോ? ഇനി എന്താ വേണ്ടു നോക്കുന്നത്? അപ്പൊ ഓക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.